ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. നമോ ഭാരത് ഇടനാഴി ഉൾപ്പെടെ 12,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും കേന്ദ്ര വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. HMP വൈറസ് പരിശോധനാ ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനൊരുങ്ങി ICMR വർഷം മുഴുവൻ അവലോകനം നടത്തും. 18ാം പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് ബുധനാഴ്ച ഒഡീഷയിൽ തുടക്കം. കേരള സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം പുരോഗമിക്കുമ്പോൾ കണ്ണൂർ മുന്നിൽ, തൊട്ടുപിന്നിൽ തൃശൂരും കോഴിക്കോടും. ബോർഡർ ഗാവസ്കർ ട്രോഫി ഓസ്ട്രേലിയയ്ക്ക്. അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് 6 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ആധുനിക അടിസ്ഥാന സൗകര്യ യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലിന് ഇന്ന് തുടക്കം കുറിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ 12,200 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക സമ്പർക്ക സൗകര്യം വർദ്ധിപ്പിക്കുകയും യാത്രാ സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയുടെ ബജറ്റ് വിഹിതം ഇപ്പോൾ 11 ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. अब आने वाले 25 साल भारत के भविष्य के लिए बहुत ही महत्वपूर्ण है. ये 25 साल भारत को विकसित राष्ट्र बनते हुए देखेंगे. हम उसके भागीदार होंगे. ये भारत को आधुनिकता के एक नए दौर से गुजरते हुए देखेंगे. ഡൽഹി, ഗാസിയാബാദ്, മീററ്റ് നമോ ഭാരത് ഇടനാഴിയുടെ 13 കിലോമീറ്റർ ഭാഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ മോദി നമോ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തു. ന്യൂഡൽഹിയിലെ രോഹിണിയിൽ കേന്ദ്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത്യാധുനിക കെട്ടിടത്തിന്റെ തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിച്ചു. ഇന്ത്യയുടെ മെട്രോ ശൃംഖല 1000 കിലോമീറ്റർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ ഭരണകാലത്ത് ലോകത്തിലെ 2ാമത്തെ വലിയ മെട്രോ ശൃംഖലയായി ഇന്ത്യ മാറുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് രാജ്യത്തുടനീളമുള്ള 21 നഗരങ്ങളിൽ മെട്രോ സേവനം പ്രവർത്തനക്ഷമമാണെന്നും കഴിഞ്ഞ ദശകത്തിൽ മെട്രോ ശൃംഖലയുടെ വളർച്ചയിൽ 3 ഇരട്ടി വർധന ഉണ്ടായിട്ടുണ്ടെന്നും ശ്രീ മോദി പറഞ്ഞു. വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. സ്വകാര്യ ഡേറ്റയുടെ സുരക്ഷ പൌരന്മാരുടെ അവകാശമാണെന്നും പൌരന്മാർക്ക് അവരുടെ ഡേറ്റയിൽ കൂടുതൽ നിയന്ത്രണം നൽകി ശാക്തീകരിക്കുക എന്നതാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വ്യക്തിഗത വിവരങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഡേറ്റ സംരക്ഷകർ ബന്ധപ്പെട്ട വ്യക്തികൾക്ക് നൽകണമെന്ന് കരട് ചട്ടം ശുപാർശ ചെയ്യുന്നു. MyGov പ്ലാറ്റ്ഫോമിലൂടെ ഫെബ്രുവരി 18 വരെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. HMP വൈറസ് ബാധ സംബന്ധിച്ച കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ. HMPV പരിശോധന നടത്തുന്ന ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ഇന്ത്യൻ വൈദ്യശാസ്ത്ര ഗവേഷണ സമിതി ICMR ഈ വർഷം മുഴുവൻ അവലോകനം നടത്തുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും പൊതുവായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ഈ മാസം 8 മുതൽ 3 ദിവസം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കും. വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 9-ന് ഉദ്ഘാടനം ചെയ്യും. മുഖ്യാതിഥിയാകുന്ന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രസിഡന്റ് ക്രിസ്റ്റൽ കാർല കെങ്കലു സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യും. ഉരുക്കു വ്യവസായത്തിനായുള്ള ഉൽപാദന ബന്ധിത ആനുകൂല്യ പദ്ധതി 1.1 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി നാളെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഉദ്ഘാടനം ചെയ്യും. പദ്ധതി വഴി ഇതുവരെ ഏകദേശം 27,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിച്ചതായി ഉരുക്കു മന്ത്രാലയം അറിയിച്ചു. പാരസെറ്റമോൾ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പാരസെറ്റമോൾ നിർമ്മാണത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും ചേരുവകളുടെ ഇറക്കുമതി കുറയ്ക്കാനും പുതിയ സാങ്കേതിക വിദ്യ സഹായിക്കും. ശാസ്ത്രീയ വ്യാവസായിക ഗവേഷണ സമിതി CSIR ആണ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ 399 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. 398 പോയിന്റ് വീതം നേടി തൃശൂരും കോഴിക്കോടുമാണ് 2ാം സ്ഥാനത്ത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ദേശസ്നേഹമുള്ള പൌരന്മാരാണ് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ന്യൂഡൽഹിയിൽ NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ കേഡറ്റുകളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. प्रत्येक नागरिक को प्रगति का पथ प्रदर्शक बनाते हैं और ये पंच प्राण हमारे समाज की रगों में बहते हुए एक अजय राष्ट्रवादी भावना का निर्माण करते हैं, जो व्यक्तिगत जिम्मेवारी, पारंपरिक मूल्यों और पर्यावरण चेतना को सांस्कृतिक गौरव, एकता और आत्मनिर्भरता की ओर यात्रा को ले जाते हैं. അച്ചടക്കമുള്ള ഇന്ത്യ പടുത്തുയർത്താൻ സാമൂഹ്യ സൗഹാർദ്ദം, സ്വയം പര്യാപ്തത, ദേശഭക്തി, പൌരബോധം, പരിസ്ഥിതി അവബോധം എന്നീ മൂല്യങ്ങൾ പിന്തുടരണമെന്ന് ഉപരാഷ്ട്രപതി യുവാക്കളോട് ആഹ്വാനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്തുന്നതിന് സർവേ നടത്തും. നാളെ മുതൽ ജനുവരി 12 വരെയാണ് സർവേ. ബോർഡർ ഗാവസ്കർ ക്രിക്കറ്റ് ട്രോഫി ഓസ്ട്രേലിയയ്ക്ക്. സിഡ്നിയിലെ അവസാന ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. മൂന്നാം ദിനം രണ്ടാം ഇന്നിംഗ്സ് പുനരാരംഭിച്ച ഇന്ത്യ 157 റൺസിന് എല്ലാവരും പുറത്തായി. 162 റൺസ് വിജയലക്ഷ്യം 4 വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ മറികടന്നു. 5 മത്സരങ്ങളടങ്ങിയ പരമ്പര ഓസ്ട്രേലിയ 3-1 സ്വന്തമാക്കി. ആകെ 32 വിക്കറ്റ് വീഴ്ത്തിയ ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ് പരമ്പരയുടെ താരം. ഭിന്നശേഷിയുള്ളവരുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള 17-അംഗ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. വിക്രാന്ത് രവീന്ദ്ര കേനിയാണ് ക്യാപ്റ്റൻ. ഈ മാസം 12 മുതൽ ശ്രീലങ്കയിലാണ് ചാമ്പ്യൻഷിപ്പ്. ന്യൂഡൽഹിയിൽ നടന്ന 67ാമത് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഫൈനലിൽ വരുൺ തോമർ സ്വർണം നേടി. പ്രദ്യും സിംഗ് വെള്ളിയും ആകാശ് ഭരദ്വാജ് വെങ്കലവും നേടി. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC മത്സരം പുരോഗമിക്കുന്നു. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ 18 പോയിന്റുമായി പഞ്ചാബ് FC 8ാം സ്ഥാനത്തും 14 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്തുമാണ്. ഒഡീഷയിൽ നടക്കുന്ന ഹോക്കി ഇന്ത്യ ലീഗിൽ ഇന്ന് തമിഴ്നാട് ഡ്രാഗൺസ് UP രുദ്രാസുമായി ഏറ്റുമുട്ടും. രാത്രി 8:15 മത്സരം. കഴിഞ്ഞ മാസം 28 ആരംഭിച്ച ആദ്യഘട്ട മത്സരങ്ങൾ ഈ മാസം 18 വരെ നീളും. 19 മുതലാണ് രണ്ടാം ഘട്ട മത്സരങ്ങൾ. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 4 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചു. കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ സുരക്ഷാസേന കണ്ടെടുത്തു. AK-47, സെൽഫ് ലോഡിംഗ് റൈഫിൾ എന്നിവയുൾപ്പെടെ നിരവധി ആയുധങ്ങളും വെടിക്കോപ്പുകളും സംഭവസ്ഥലത്തു നിന്ന് കണ്ടെടുത്തു. ഗുജറാത്തിൽ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പോർബന്ദർ വിമാനത്താവള റൺവേയിൽ തകർന്നു വീണുണ്ടായ അപകടത്തിൽ 2 പൈലറ്റുമാരും ഒരു എയർ ക്രൂ ഡ്രൈവറും ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. പതിവ് പരിശീലന പറക്കലിനിടെയാണ് അപകടം. അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വിശദമായി അന്വേഷിക്കുമെന്ന് തീരസംരക്ഷണ സേന അറിയിച്ചു. ഭീകരർക്ക് ധനസഹായം നൽകിയ കേസിലെ പ്രധാന പ്രതിയെ ബീഹാറിലെ പട്നയിൽ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. ഈസ്റ്റ് ചമ്പാരൻ സ്വദേശി മുഹമ്മദ് സജ്ജാദ് ആലമാണ് പിടിയിലായത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനായ ഇയാൾ ദുബായിൽ നിന്ന് ബീഹാറിലേക്ക് അനധികൃത ധനസഹായം എത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. സൈബർ തട്ടിപ്പിനായി ഇന്ത്യയിൽ നിന്നുള്ള യുവാക്കളെ തെക്കുകിഴക്കൻ രാജ്യമായ ലാവോസിലേക്ക് കടത്തുന്ന ശൃംഖലയ്ക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി നടപടികൾ ശക്തമാക്കി. ഡൽഹിയിൽ അറസ്റ്റിലായ പ്രതിയുടെ ജാമിയ നഗറിലെ വസതിയിൽ NIA പരിശോധന നടത്തി. നിരവധി സാമ്പത്തിക രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ വാഹനം നദിയിലേക്ക് വീണുണ്ടായ അപകടത്തിൽ 4 മരണം, 2 പേരെ കാണാതായി. സംഭവത്തിൽ പ്രദേശത്തെ MPയും കേന്ദ്രമന്ത്രിയുമായ ജിതേന്ദ്ര സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. സുഡാൻ തലസ്ഥാന നഗരമായ ഖാർത്തൂമിലും പടിഞ്ഞാറൻ സുഡാനിലെ എൽ ഫാഷർ നഗരത്തിലും പാരാമിലിറ്ററി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ഷെല്ലാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു, 53 പേർക്ക് പരിക്കേറ്റു. പ്രധാന വാർത്തകൾ വീണ്ടും. നമോ ഭാരത് ഇടനാഴി ഉൾപ്പെടെ 12,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ നിന്നും കേന്ദ്ര വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. HMP വൈറസ് പരിശോധനാ ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനൊരുങ്ങി ICMR വർഷം മുഴുവൻ അവലോകനം നടത്തും. 18ാം പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന് ബുധനാഴ്ച ഒഡീഷയിൽ തുടക്കം. കേരള സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിനം പുരോഗമിക്കുമ്പോൾ കണ്ണൂർ മുന്നിൽ, തൊട്ടുപിന്നിൽ തൃശൂരും കോഴിക്കോടും.
ബോർഡർ ഗാവസ്കർ ട്രോഫി ഓസ്ട്രേലിയയ്ക്ക് അവസാന ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് 6 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.